भाइयों और बहनों, राष्ट्रपति जी ने आपातकाल की घोषणा की है. 1975-77 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയം. രാജ്യത്താകെ രൂക്ഷമായ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടു. ധാന്യങ്ങൾ കുറവായതുകൊണ്ട് നിയന്ത്രണം മൂലം ഗവൺമെന്റിന്റെ റേഷൻ സംവിധാനം വഴി മാത്രമാണ് അരി വിതരണം നടക്കുന്നത്. ഈ സമയം ഹൈദരാബാദിലെ ജാമിയയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള അരിയെല്ലാം തീർന്നിരിക്കുന്നു. നൂരിഷ തങ്ങൾ ഉടനെ തന്നെ തൻ്റെ മകൻ ആരിഫുദ്ദീൻ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അരി എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ കൽപ്പിച്ചു. രാത്രി അവിടെയുള്ള പഴയ ലോറിയുമായി തങ്ങളും സഹായികളും പുറപ്പെട്ടു. അങ്ങനെ കുറച്ചകലെ ചാർമിനാറിനടുത്ത് ഒരു കടയിലെത്തി. പക്ഷേ അവിടെ കച്ചവടക്കാരനോട് സാധനം വിതരണം ചെയ്യുന്ന കർഷകർ പൈസയുടെ കാര്യത്തിൽ തർക്കത്തിലായിരുന്നു. തരാനുള്ള പണത്തിനെ ചൊല്ലിയായിരുന്നു തർക്കം. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് അരിയുണ്ട്, പക്ഷേ വിൽക്കാൻ അടിയന്തരാവസ്ഥ ആയതുകൊണ്ട് കഴിയുന്നില്ല. അരി കെട്ടിക്കിടക്കുകയാണ്, അതുകൊണ്ട് പൈസയുമില്ല. ഇതു കേട്ടപ്പോൾ സാധനം വാങ്ങാൻ വന്ന തങ്ങൾ, നിങ്ങൾക്ക് വേണ്ട പണത്തിന് അരി ഞാൻ വാങ്ങാം എന്ന് സമ്മതിച്ചു. അങ്ങനെ തങ്ങളും സഹായികളും അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. പല കർഷകരിൽ നിന്നായി ശേഖരിച്ചത് സഹായികൾ ലോറിയിൽ നിറച്ചു. തിരിച്ച് കോളേജിലേക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രിയാണ് സമയം. മെയിൻ റോഡിലൂടെ പോയാൽ പോലീസ് പരിശോധന ഉണ്ടാവും. മെയിൻ റോഡിലൂടെ അരിയുമായി പോവാനും കഴിയില്ല. അവരുടനെ ലോറിയിലെ അരിച്ചാക്കിന് മുകളിൽ കൽക്കരി നിറച്ചുവെച്ചു. ഇതു കണ്ട ഡ്രൈവർ പറഞ്ഞു, തങ്ങളെ, നിങ്ങൾക്ക് വേണേൽ ഇതൊക്കെ ചെയ്യാം, പക്ഷേ എനിക്കിത് പറ്റൂല. ഇതു കേട്ട തങ്ങൾ അയാളെ മാറ്റി ഡ്രൈവിംഗ് സീറ്റിൽ കയറി. എന്നിട്ട് റെയിൽവേക്കടുത്തുള്ള റോഡിലൂടെ വണ്ടിയുമായി നീങ്ങി. റെയിൽവേ ഗേറ്റിനടുത്ത് ചെക്കിങ്ങിന് വേണ്ടി പോലീസ് ലോറി തടഞ്ഞു. തങ്ങളെ കണ്ടയുടനെ അവർ ഗേറ്റ് തുറന്ന് ലോറി കടത്തിവിട്ടു. അങ്ങനെ രാത്രി 1 മണിക്ക് കോളേജിൽ തിരിച്ചെത്തി. സാധനങ്ങളെല്ലാം ഇറക്കി വെച്ചു. പിറ്റേ ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം നൂരിഷ തങ്ങൾ ആരിഫുദ്ദീൻ ജീലാനി തങ്ങളെ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം എന്തായി? അരിയെല്ലാം എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നൂരിഷ തങ്ങൾ ത്വാം ഖാനയിലേക്ക് പോയി അരി എത്തിയോ എന്ന് ചോദിച്ചു. 100 കിൻഡൽ അരി എത്തിയിട്ടുണ്ട് എന്നു മറുപടി. 100 കിൻഡലോ? നൂരിഷ തങ്ങൾ വളരെ സന്തോഷഭരിതനായി. പിന്നീട് അന്നവിടെ കാണുന്നവരോടെല്ലാം നൂരിഷ തങ്ങൾ ആരിഫുദ്ദീൻ തങ്ങളെ കാണിച്ച് അഭിമാനത്തോടെ പറയുമായിരുന്നു, ഇതാ ഇദ്ദേഹം ഈ അരി കിട്ടാത്ത സമയത്ത് 100 കിൻഡൽ അരി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അള്ളാഹു അവരുടെ തണലിലായി നമ്മെ നിലനിർത്തട്ടെ. ആമീൻ.